തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ജനവിധി പ്രഖ്യാപിക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ LDF എത്രമാത്രം വിജയസാധ്യത കാണുന്നു? സന്തോഷം. ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരെയും ഓരോ വീടുകളിലേക്ക് ക്ഷണിച്ചത്. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് LDFിൻ്റെതായ സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് ആ മാറ്റിയ മാറ്റങ്ങൾ അവരുടെ മനസ്സിന് ആഹ്ലാദകരമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ആ മേഖലയിലെത്തുന്നത്. അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വഴിത്തർക്കങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, റോഡിന്റെ പ്രശ്നങ്ങൾ, ഇതിലൊന്നും അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം ആണ് ആ സ്ഥാനാർത്ഥിയും ആ പ്രസ്ഥാനവും നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% വിജയം എന്നുള്ളത് ശുഭാപ്തി വിശ്വാസമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിന്റെ ഭരണം എത്രത്തോളം നിർണായകമാണ്? പഞ്ചായത്തിന്റെ ഭരണം നിർണായകമാണ്. എന്നാൽ പഞ്ചായത്തിന്റെ ഭരണമല്ല, LDF ത്രിതല പഞ്ചായത്തുകളും MLAയും MP ഇവിടെ എന്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ചർച്ച. ഒരു പഞ്ചായത്തിന് പരമാവധി ഒരു വർഷം ഒരു വാർഡിൽ ചിലവാക്കാവുന്ന പൈസ ഒരു 10 ലക്ഷം രൂപയിൽ താഴെയാണ്. ഒരു വഴി നേരെ ചൊവ്വേ ഒന്ന് ടാറിടാനോ സിമെന്റ് ഇടാനോ ആ പൈസ തികയില്ലെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. എന്നാൽ നല്ലതുപോലെ ആ വാർഡിനെ വികസിപ്പിക്കുവാൻ ബ്ലോക്കിന്റെ ഫണ്ട് വേണം, ജില്ലയുടെ ഫണ്ട് വേണം, MP-യുടെ ഫണ്ട് വേണം, MLA-യുടെ ഫണ്ട് വേണം. ഇത്തരം ഫണ്ടുകൾ കൂടി ഏകോപിപ്പിക്കുവാൻ കഴിവുള്ള പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി അവിടെ ഉണ്ടോ, അവിടെ വികസനമുണ്ടാവും. ഈ വാർഡിൽ ഏകദേശം 150 കോടി രൂപ, 150 ലക്ഷം രൂപയുടെ വികസനം നടന്നു. ഏറ്റവും അവസാനം കടക്കൽ തിരുവാതിരയോളം പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക്. അതുവഴി കടന്നു പോകുന്ന റോഡിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടുകളും സിമെന്റിട്ടെടുത്ത് പൊളിയുകയും ചെയ്തപ്പോൾ അത് പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് 37 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ചു. എന്റെ ഓർമ്മ ശരിയാണെന്ന് തോന്നുന്നില്ല, ആയിരിക്കാൻ ചിലപ്പോൾ ശബരിമല കഴിഞ്ഞാൽ കെട്ടും കെട്ടി 18 പടികൾ ചവിട്ടി അയ്യപ്പനെ തൊഴുവാൻ അവസരമുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് കുഞ്ഞയ്യപ്പ ക്ഷേത്രം. ശബരിമലയിലെ എല്ലാ ചടങ്ങുകളും ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലും പമ്പാവിളക്കും പേട്ടയും തിരുവാഭരണ ഘോഷയാത്രയും പമ്പാസദ്യയും എല്ലാം ശബരിമല നടക്കുന്നത് പോലെ തന്നെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടത്തേക്കുള്ള റോഡ് അല്പം തകർന്നു എന്ന് കണ്ടപ്പോൾ LDO തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കൊടുക്കാൻ 37 ലക്ഷം രൂപ. എന്നാൽ ഈ ചിന്ത ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത MP-ക്ക് ഉണ്ടായിരിക്കും. തികഞ്ഞ ഈശ്വര ഭക്തന്മാരുടെ വിഭാഗമാണ് അവർ എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ഇത്തരം തകർന്നു കിടന്ന ഒരു റോഡ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കുവാനോ ഈ കൊല്ലം ജില്ലയിലെ പാർലമെന്റ് അംഗം ഈ 10 കൊല്ലമായി തയ്യാറായില്ല, ഇപ്പോഴും തയ്യാറായില്ല. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണം മാത്രമല്ല ഇവിടുത്തെ വിജയം, ത്രിതല പഞ്ചായത്തും LDF എന്ന ഗവൺമെന്റുമാണ് ഈ വാർഡിലെ വിധി നിർണ്ണയിക്കുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി ജനമധ്യത്തിൽ ഇറങ്ങി പ്രചരണം നടത്തുമ്പോൾ LDF വ്യക്തിഹത്യ നടത്തി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നത് എന്ന ഒരാരോപണം. രണ്ടാമത് മറ്റൊരു ആരോപണം, ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി LDF ഒരു അന്തർധാരയുണ്ട്. അത് മുൻകാല ചില തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആരോപണം. ഈ ആരോപണങ്ങളെ എങ്ങനെയാണ് LDF കാണുന്നത്? ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്.
സാക്ഷിയുടെ റിപ്പോർട്ടർ ഗോവന്റെ ഈ വാർഡിലുള്ള അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചില നേതാക്കളുടെ ഇന്റർവ്യൂവിനായി ടി വിയിൽ ചടയമംഗലത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പോ പോലും കൊണ്ടുവന്നത് ഞങ്ങളുടെ കാലത്താണ്, തയ്യാറാണ് എന്ന് പറയുന്ന മണ്ടന്മാരാണ് ആ നേതാക്കൾ. ആർ ലതാദേവി MLA ആയിരിക്കുമ്പോൾ, അന്ന് PR കുറുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന 70 സെന്റിൽ കൊണ്ടുവന്ന ഡിപ്പോയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് കുറുപ്പ് സാറാണ്. നീലലോഹിതദാസൻ നാടാരാണ് രണ്ടാമത് തൊട്ടു പുറകെ വന്ന ഇദ്ദേഹം രാജിവെച്ച ഒഴിവിലോ മരണപ്പെട്ട ഒഴിവിലോ മറ്റോ വന്ന മന്ത്രി അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അത് ഇന്നത്തെ ആ ലേലം കൊടുത്തിരിക്കുന്ന 70 സെന്റിലാണ് തുടങ്ങിയത്. അപ്പോഴാണ് ഗവൺമെന്റ് പറഞ്ഞത് ഒരു നല്ല ഡിപ്പോയ്ക്ക് നിങ്ങൾ 4.5 ഏക്കർ വസ്തു തരണം. ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ല, ചുമ്മാ എന്ന് പറയുകയാണ്. 4.5 ഏക്കർ അതിന്റെ എതിരെയുള്ള ഭൂമി നമ്മൾ അക്വയർ ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതാണ്. അതിന് പൈസ കൊടുക്കാൻ ഹൈക്കോടതിയിൽ കേസ് വരികയും ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം വരികയും ഏറ്റവും അവസാനമാണ് അതിന് കാശ് കൊടുത്തത്. വലിയ തുക കൊടുക്കേണ്ടി വന്നു, 4.5 ഏക്കർ. അത് കോൺഗ്രസ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇതിനിടയ്ക്കൊരു കാര്യമുള്ളത്, അതിലൊരു കെട്ടിടം വെച്ചു. പ്രയാസ് ഗോപാലകൃഷ്ണൻ ഒരു കെട്ടിടം വെച്ചു. കെട്ടിടം വെച്ചാൽ ട്രാൻസ്പോർട്ട് ഡിപ്പോ കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറയണമെങ്കിൽ, കോൺഗ്രസ് ആണ് എന്ന് പറയണമെങ്കിൽ, വെള്ളൂർപ്പാറ സ്കൂളിൽ 3 നില കെട്ടിടം മുല്ലക്കര രത്നാകരൻ സഖാവ് വച്ചിട്ടുണ്ട്. അവിടെ 105 കൊല്ലം പഴക്കമുള്ള സ്കൂളാണ്. ആ സ്കൂൾ കൊണ്ടുവന്നത് ഞാനാണെന്ന് മുല്ലക്കര രത്നാകരൻ സഖാവ് പറയേണ്ടി വരും. അപ്പോൾ കെട്ടിടം വയ്ക്കാൻ MLA ഫണ്ടിൽ അവിടെ കെട്ടിടം വെച്ചു എന്നുള്ളത് സത്യമാണ്. ആ കെട്ടിടവും അവിടെ ഉണ്ട്. എന്നാൽ ഡിപ്പോ കൊണ്ടുവന്നതിൽ ഒരു പങ്കും കോൺഗ്രസിന് ഇല്ല. അന്ന് ഇവിടുത്തെ ഭരണസമിതി CPIയുടെ മുസ്തഫയുടെ നേതൃത്വത്തിലാണ്. അന്ന് ഇവിടുത്തെ MLA ആർ ലതാദേവിയാണ്. വളരെ സമ്മർദ്ദപരമായിട്ടാണ് ആ ഡിപ്പോ. അപ്പോൾ ആർക്കും ആരുടെയും പിതൃത്വം ഏറ്റെടുക്കാം. പിന്നെ ഇതിലൊക്കെ നിന്ന ഈ പ്രസ്താവനയിൽ ചിലരുടെ പ്രസ്താവന ഞാൻ കണ്ടു, വികസനത്തിന്റെ കുറവ്. ഒരിക്കൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഇന്ന് ജയിച്ച ഒരു പ്രതിനിധി അവിടെ പ്രസംഗിച്ചത്, ഞാൻ ജയിച്ച എന്റെ വാർഡിൽ അതിമനോഹരമായ ഒരു സ്റ്റേഡിയമാണ് എന്റെ സ്വപ്നം. ചെറുപ്പക്കാര് കൈയടിച്ചു. ചെറുപ്പക്കാർക്ക് കളിക്കാനായിട്ട് ഒരു സ്റ്റേഡിയം കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അവർ കൈയടിച്ചു. കൊല്ലം 4 സ്റ്റേഡിയം പോയിട്ട് അതിന്റെ കാര്യം പോലും ആ മെമ്പറും മിണ്ടുന്നില്ല, ആ മെമ്പറുടെ പ്രസ്ഥാനവും മിണ്ടുന്നില്ല, ആ മെമ്പർ ജയിപ്പിച്ചു വിട്ട MPയും മിണ്ടുന്നില്ല. ഇങ്ങനെ എടുത്താൽ ഈ പറയുന്നതെല്ലാം തെറ്റ്. പിന്നെ ചോദ്യം 2, BJPയുമായി നമുക്ക് എന്തെങ്കിലും, ഞങ്ങൾ പണ്ടേ BJPയുമായി അങ്ങനെ അലയൻസ് ഉണ്ടാക്കുന്ന പാർട്ടി. പിന്നെ വോട്ട് ചെയ്താൽ സ്വീകരിക്കത്തില്ല എന്ന് നമ്മൾ പറയത്തുമില്ല. കാരണം നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ മഹത്വം മനസ്സിലാക്കി BJPക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായാൽ ചെയ്യരുത് എന്ന് ഞങ്ങൾ പറയും. അത് ഞങ്ങൾക്ക് രഹസ്യ ബാലറ്റാണ്. അവർ തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ. ഒരു വർഗീയ കലാപവും ഇല്ലാത്തൊരു മേഖലയാണ്, ശാന്തമായ മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ ഉന്നയപ്പ ക്ഷേത്രം ഉൾപ്പെടെ നിലനിൽക്കുന്ന മനോഹരമായ ടൗൺ അതിർത്തിയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ആരുടെ വോട്ടും നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഞങ്ങൾ ചെന്ന് പൈസ കൊടുത്ത് ആ വോട്ട് മേടിക്കാൻ തയ്യാറാണ്. ഞങ്ങളത് ഞങ്ങളുടെ ശീലനും ഞങ്ങളുടെ പ്രവൃത്തിയിലും ആ രേഖയിലും അതിരിക്കും. അപ്പോൾ ഇത്രയും നേരം സാക്ഷിയോട് സംസാരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ വിമൽ കുമാറാണ്. അപ്പോൾ ഇത്രയും സമയം സാക്ഷിക്ക് വേണ്ടി, സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ വിജയ ആശംസകളും. സാക്ഷിക്കും
സാക്ഷിയുടെ പ്രവർത്തകരും ഈ വാർഡിലെ പ്രവർത്തനത്തിന് തിരഞ്ഞെടുപ്പിന് സൂചിയുള്ള ഫലം പോലും പോയി അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഈ നല്ല